അപ്പോൾ എല്ലാവർക്കും KNK ടെക്സിലേക്ക് സ്വാഗതം കേട്ടോ മച്ചാന്മാരെ. അതെ ഈ സാധനം വെച്ചിട്ട് ഇന്ന് നമ്മളുണ്ട് അത്യാവശ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോകണമെങ്കിൽ ഇതില്ലാണ്ട് ഇനി ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ആക്രിക്കടയിൽ പോയി തല്ലിപ്പൊളിച്ചെടുത്തിട്ട് വന്ന സാധനമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടോ വീലൊക്കെ ഉള്ള സാധനമാണ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കളിക്കണം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊന്നും ഇല്ലായിരുന്നു. ടോയ് കാറില്ലേ കയറി ഇരുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ, നമുക്കൊന്നും ഭാഗ്യമില്ലായിരുന്നു ഈ സാധനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു മോട്ടർ വിത്ത് ഒരു വീല് കേട്ടോ. അപ്പം അത് എടുത്തുകൊണ്ട് വന്നേക്കണേണ്. സാധനം ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻകെട്ടിൽ നമുക്കൊരു എയറേഷൻ സംവിധാനം ഉണ്ടാക്കണം. മീൻസ് പുതിയ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഇടാൻ പോകണം. അപ്പോൾ പുതിയ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഇടാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഇട്ടാലും വളരെ കുറച്ച് ചെമ്മീനൊക്കെ മാത്രമേ വലുതായി കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയേക്കണത് എന്താണെന്ന് വെച്ചാൽ നല്ല ഹാച്ചറിയിൽ നമ്മൾ ഈ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഹാച്ചറിയിൽ നല്ല രീതിയിൽ എയറേഷൻ സംവിധാനത്തിലൊക്കെ ആയിരിക്കും ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളിതുകൊണ്ട് നമ്മുടെ ചെമ്മീൻ കുട്ടിയെ കൊണ്ടിടും. അവിടെ മിക്കവാറും രാത്രിയൊക്കെ ആയിരിക്കും കൊണ്ടിടുന്നത്. ഈ രാത്രി കൊണ്ടിടുമ്പോഴേക്കും ഓക്സിജൻ കട്ടായിരിക്കും. പിന്നെ ആ ചെമ്മീൻ കുഞ്ഞുങ്ങൾ പകുതി അപ്പം തന്നെ ചത്തവും, ചിലപ്പോൾ മുഴുവനും ചത്തവും. പിടിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഇടുന്ന ആ ഒരു കുഞ്ഞ് സ്പേസിൽ നമുക്ക് എയറേഷൻ സംവിധാനം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മീൻ വളർത്തുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ ആണെങ്കിൽ, ചെറിയ കുളത്തിലൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ചെറുതല്ല ഇച്ചിരി വലിയ കുളത്തിനാണെങ്കിലും കുഴപ്പമില്ല, വളർത്തുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഉപകാരപ്പെടും. കുത്തിയിരുന്നുണ്ടോ നമ്മൾ ഒരു കുഞ്ഞ് എയറേറ്റർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്, വിലയൊന്നും വേണ്ട, വളരെ തുച്ഛമായിട്ട് ഗുണമോ മെച്ചം എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ നമ്മൾ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു PVC പൈപ്പിൻ്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഈ PVC പൈപ്പിൻ്റെ കഷ്ണം നമുക്കുണ്ടല്ലോ ആദ്യമേ ഒന്ന് തീയിൽ കാണിച്ച് ചൂടാക്കി ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം. അത് ഞാൻ വീടിൻ്റെ അകത്ത് പോയിട്ട് പരത്തി കൊണ്ടുവരാം. ഇങ്ങനെ ചൂടാക്കിയിട്ടും ഇങ്ങനെ അമുക്കി എന്തെങ്കിലും വെച്ച് അമുക്കി പിടിച്ചാൽ നല്ല പരന്ന് കിട്ടും. ദെൻ ഷീറ്റ് റെഡി വേണ്ട, ഇങ്ങനെ ആക്കണം. ഇനി നമ്മളിത് ഇതിൻ്റെ വീതി എടുക്കണം. 7.5 സെൻറ്റിമീറ്റർ ഉണ്ട്. 7.5 സെൻറ്റിമീറ്റർ വീതിക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുക്കണം നമുക്ക്. ഇനി ഈ പീസെല്ലാം ഇങ്ങനെ അടുക്കിയെടുക്കണം. 6 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണത്. 6 പീസ് നമ്മളിങ്ങനെ, വലിയ അളവ് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ടല്ലേ, ഇതിനങ്ങോട്ട് അനങ്ങാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റണം. ചുറ്റുന്ന ഇത് അപ്പുറത്തെ വശം വെച്ച് മതിയെന്ന്. ഇത് അടിക്കുന്നത് പൈലറ്റാണ് കേട്ടോ. ഞാൻ ഹോൾ അടിച്ച് കൊടുക്കണം. അതിൻ്റെ കയ്യിൽ പൈലറ്റ് ഹോൾ അടിക്കാനായിട്ട് ഈ സാധനമേ ഉള്ളൂ, ചെറിയ ബിറ്റില്ല. ഇനി നമ്മൾ ബിറ്റ് നേരെ മാറ്റി അടുത്ത ബിറ്റിട്ട് നേരെ അടുത്ത ഹോളടി. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ സാധനം ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ലീഫുകൾ കിട്ടി. ഇപ്പോൾ ഒരു മെനയില്ലേ, ഭയങ്കരമായ ബുദ്ധി. ഇത് വരേന്ന് വളക്കാന്ന് കഴിഞ്ഞാൽ ഇതേപോലെ മെനയായിട്ടൊന്നും കിട്ടിയാലും നല്ല വൃത്തികേടായിട്ട് കിട്ടും. ഇതാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇതാണ് ടെക്നിക്സ് അല്ലേ? ഏതാണേന്ന് അതല്ലേ പക്ഷേ അതാണ് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള നമ്മുടെ പണി. എളുപ്പമാണ് പണി, വൃത്തിയും ഉണ്ടാവും. ഇടി പിടിക്കല്ലേ, നല്ല സൗണ്ടല്ലേ കാണാൻ. എങ്ങനെയുണ്ട്? പണി നീറ്റാണെന്ന് പറഞ്ഞാൽ മതി. KNKയുടെ പണി നീറ്റാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. എന്നാലേ എനിക്ക് പുതിയ ഇൻട്രസ്റ്റോടെ എന്തെങ്കിലും. ഇനി നമ്മളുണ്ടല്ലോ ഓരോ പീസും ഇങ്ങനെ മെഴുകുതിരി കാണിച്ച് ഇങ്ങനെ ചൂടാക്കണം. ഇത് ഇത്തിരി മോശം ടെക്നോളജി ആയിപ്പോയി. നമ്മുടെ കയ്യിൽ ടൂൾസ് ഇല്ല, ഗ്യാസ് ബ്ലോവർ വേണം അല്ലേ? നമ്മൾ പിന്നെ സിമ്പിളല്ലേ മൊത്തം. അതെ, ഇത് നമ്മുടെ കയ്യിൽ സാധനം ഇല്ലാഞ്ഞിട്ടല്ല ചേട്ടാ. ഞങ്ങളുടെ കയ്യിൽ ഗ്യാസ് സ്റ്റോറേജ് ഉണ്ട്, പിന്നെ ഹീറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല. അതെ, ഇത് വളരെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ മടങ്ങുവാൻ നോക്കണം അവിടെ.
എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മടങ്ങാൻ പറ്റിയ ഒരു സാധനം ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് പഴയ ഒരു ബാറ്ററിയാണ്. അത് ബാറ്ററി വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും സാധനം മതിയാ. ഞാൻ വെറുതെ കൈ കിട്ടി ഇങ്ങനെ നമുക്ക് പിടിക്കുക. ബാറ്ററിയും ഓടും ഒക്കെ വെച്ചുള്ള പണിയാണ് നമ്മുടെ. ഏതാണ് അവിടെ വെറുതെ അടിച്ചു വെച്ചാൽ നല്ല അടി കിട്ടും. നീ ഊരി എടുക്കുമോ എന്നിട്ട്? മതി 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 പോയിക്കേ. സോ സിമ്പിൾ. നോക്ക് വേണ്ട, ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കണം. എല്ലാം മടക്കിയെടുക്കാൻ നോക്കും. ഇത് ഒരേന്ന് എടുത്ത് ഇങ്ങനെ പിടിപ്പിക്കണം കേട്ടോ. ഇത് പിടിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിന്മേൽ ഒരേ പാടുണ്ട്. അതിന് നോക്കി അനുസരിച്ചിട്ട് 6 പീസാണ് പിടിപ്പിക്കേണ്ടത്. കൃത്യ അകലത്തിൽ പിടിപ്പിക്കണം. ഞാൻ ഈ പാടെടുത്ത് നോക്കി ഇവിടെ ഒരെണ്ണം പിടിപ്പിക്കും, പിന്നെ 2 കഴിഞ്ഞ് ഒരെണ്ണം പിടിപ്പിക്കും, പിന്നെ 2 കഴിഞ്ഞ് ഒരെണ്ണം പിടിപ്പിക്കും. അങ്ങനെ പിടിപ്പിക്കുമ്പോൾ കൃത്യം 6 പിടിപ്പിക്കാനുള്ള ഇത് കിട്ടും. ഫ്ലോട്ട് നമ്മൾ ഇത് ഇത്രയുള്ള ഒരു PVC പൈപ്പ് എടുത്തേക്കണം കേട്ടോ. 2 സൈഡും അടച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ കെട്ടി വെക്കണം. അതോടൊപ്പം ഇവിടെ ഒരു PVC പൈപ്പ് കൂടി കെട്ടി വെക്കണം. ഇതാണ് നമ്മുടെ നഴ്സറിയിലേക്ക് ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തേക്കണ എയറേറ്ററാണ്. ഇതിനി ഇപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും. വെള്ളത്തിൽ കൊണ്ടിടാൻ നേരത്ത് ഇവിടെ ഈ ഒരു പൈപ്പിൽ കൂടിയിട്ട് ഒരു കമ്പി കഷ്ണം നമ്മൾ ചെളിയിലേക്ക് ഉറപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ അനുസരിച്ചിട്ട് ഇതിങ്ങനെ പൊങ്ങി നിന്നും കളിക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിപ്പം ഇത് വർക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് വേണ്ട ഓക്സിജൻ മീനുകൾക്ക്, നമുക്കല്ല ചെമ്മീനും കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഓക്സിജൻ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കണം. പിന്നെ ഇതിന് വേണ്ട സപ്ലൈ എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് സപ്ലൈയാണ് കൊടുക്കേണ്ടത് കേട്ടോ. എനിക്കാണെങ്കിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ചെമ്മീൻ കെട്ടിൽ ചെറിയ ഒരു സോളാർ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. അതാണ് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ നോക്കിയത്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു സാധാരണ ഒരു കുഞ്ഞ് എയറേറ്റർ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 3000-4000 രൂപ തൊട്ടിട്ട് അങ്ങോട്ട് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ ചിലവൊന്നുമില്ലല്ലോ. പിന്നെ പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. എന്നാലും ഇത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഇത് എനിക്ക് തോന്നണത് അത്യാവശ്യം നല്ല രീതിയിലൊരു കുളത്തിലൊക്കെ മീൻ വളർത്താനായിട്ട് പറ്റണ രീതിയിലുള്ള എയറേഷൻ കിട്ടും. നോക്കാം നമുക്ക്. ഇനി കുറച്ച് കറുത്ത കളറൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങി അങ്ങോട്ട് പൊത്താം, അല്ലെങ്കിൽ ഒരു മെന ഉണ്ടാവില്ല. സമയം എത്രയെന്ന് കൊടുത്തിരിക്കുന്നത്? എന്നോട് നേരത്തെ 6:30 പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 8:30. ഞാൻ രാവിലെ എണീറ്റാ, നീ എവിടെ പോയി എടുക്കണേ? ഞാൻ കറക്റ്റ് സമയത്ത് എത്തി. എനിക്ക് പോയ സമയം 8:30. 8:30 കഴിഞ്ഞ് വന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറയാൻ 6:30 പറഞ്ഞിട്ട് 8:30 എപ്പോഴും എണീക്കണം. വന്നേ സൂര്യൻ നല്ല ശരിക്കും വന്നിട്ടുണ്ട്. വന്നേ രാവിലെ വന്നിട്ടെങ്കിൽ വെയിലൊന്നും ഇല്ലാണ്ട് രാവിലെ വന്നു 8:30. 2 ദിവസമായിട്ടുണ്ടല്ല നല്ല പണിയിലായിരുന്നു ആചാരന്മാർ. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഇത് വരാനുണ്ടായിരുന്നു. ചെമ്മീൻ കുഞ്ഞിടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എയറേറ്റർ ഉണ്ടാക്കിയത്. ചെമ്മീൻ കുഞ്ഞിനെയും അതിൻ്റെ സൈഡിൽ നെറ്റൊക്കെ കെട്ടാനുണ്ടായിരുന്നു. പിന്നെ തിലോപ്പി കുഞ്ഞുണ്ടായിരുന്നു. തിലോപ്പി കുഞ്ഞിന് എയറേറ്റർ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് മറ്റേ വലിയ എയറേറ്റർ മീൻസ് നമ്മുടെ കോൺടാക്റ്റീവ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ വേൾഡ് കപ്പ് കാണണം. ഇതെല്ലാം കൂടി ഉറക്കമൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആണല്ലോ. പിന്നെ എങ്ങനെയൊക്കെ ഉറങ്ങണം ഇതിനകത്ത്. പിന്നെ നമ്മൾ എയറേറ്റർ ഇവിടെ ഉണ്ടാക്കിയ എയറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ സംഭവം കാണിച്ചു തരാം. പിന്നെ രാവിലെ തീറ്റയും കൊടുക്കണം. ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു വെയിലായാലേ ശരിക്കും നല്ല വെയിലായി. 6:30 പറഞ്ഞിട്ട് 8:30 വരെ കിടന്നുറങ്ങി. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയറേറ്റർ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യണം. ആ ഫാൻ തലക്കിട്ട് മുട്ടും കേട്ടോ. ഇത് എൻ്റെ ഹൈറ്റിൽ ഉണ്ടാക്കിയേക്കണേ. എനിക്ക് പോകാൻ പറ്റൂല. രാവിലെ ഒരു സമയം കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്കും ചെമ്മീൻ കുഞ്ഞിനൊക്കെ തീറ്റ കൊടുക്കണം. ചായ കൊടുക്കാൻ സമയം. അതെ, ചായ വെച്ച് കുടിക്കാനുള്ള കൂടുണ്ട് എനിക്ക്. പക്ഷേ ചായ വെച്ച് കുടിക്കാനുള്ള സമയം. ഇതെന്ത് സാധനം എന്നറിയാം, നമ്മൾ ശരിക്കും നോർമലി ഇവിടെ നിന്ന് കിട്ടുന്ന തീറ്റ തന്നെയാട്ടോ നിങ്ങൾക്ക് തിന്നാനായിട്ട് റെഡിയാക്കി കൊടുക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് മീൻസ് ആർട്ടിഫിഷ്യലല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തീറ്റകൾ ഒക്കെ എളുപ്പത്തിലുള്ള പരിപാടിയാണ്. പിന്നെ കൂടുതൽ ഗുണമുള്ള സാധനമാണ്. ഇങ്ങനെ പാല് തിളക്കണ പോലെ തിളച്ച് വരുമ്പോഴേക്കും സീനാവും. പതഞ്ഞ് പൊങ്ങുമല്ലേ? പതഞ്ഞ് പോകണമെങ്കിൽ ഭയങ്കര ടൈറ്റ് അല്ലടാ. ഇത് വന്ന് തീറ്റയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ അടുത്ത ദിവസം അതിനെപ്പറ്റി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പം കഴിഞ്ഞു പോയല്ലോ പിടിച്ചത് ഉണ്ടാക്കിയപ്പോൾ. അപ്പം ഇനി ഞാൻ എയറേറ്ററാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളെ എയറേറ്റർ ചിലപ്പോൾ വർക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പം എയറേറ്റർ നിങ്ങൾ കാണിച്ചു കൊടുക്കും. വർക്ക് ചെയ്യാനാണ് ഇല്ല, വർക്ക് ചെയ്യില്ല. അതിൻ്റെ ടൈമർ കഴിഞ്ഞിട്ടില്ല.
നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യണില്ല. അവിടെ അത് കാണിച്ചു കൊടുക്കും. ഇതിന് ചിലവ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എയറേറ്റർ ഉണ്ടാക്കാൻ പറ്റിയാണ്. ചിലവ് കുറഞ്ഞു ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു കുളത്തിലൊക്കെ മീൻ വളർത്തുന്നവർക്ക് ഇത് ഇനിയിപ്പോൾ ഇച്ചിരി വലിപ്പമുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വെച്ചോ അല്ലെങ്കിൽ 3 എണ്ണം വെച്ചോ. എന്തായാലും ആക്രിക്കട ചെന്നാൽ ഇഷ്ടംപോലെ സംഭവം കിട്ടും. പിന്നെ നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചേക്കണ ഫുള്ള് സാധനം ആക്രിയാനായിട്ട് മറ്റേ കുത്താനായിട്ട് ഉപയോഗിച്ചേക്കണ അത് കേട്ടോ, അത് ചൂലിൻ്റെ പൈപ്പാണ്. അതും നമ്മൾ ലാഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഏറെപ്പോയാലും ആക്രിക്കടയിൽ ഞാൻ ഇതിന് കൊടുത്തത് 50 രൂപ കൊടുത്തു. പിന്നെ ചൂലിൻ്റെ സാധനം വീട്ടിലുണ്ടായിരുന്നു, അതിന് പുറത്ത് പോയില്ല. പിന്നെ പൈപ്പ് കഷ്ണത്തിനും വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരാടെ പീസ് ടോപ്പിലെ കപ്ലിങ് എന്തെങ്കിലും പേരുണ്ട് എൻ്റെ ക്യാപ്പ്, അത് മാത്രമേ പൈസ കൊടുത്ത് മേടിച്ചു. ബാക്കി വീട്ടിലുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ചിലവൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങൾ AC കറി ഇവിടെ മാടത്തിൽ നിന്ന് നമ്മൾ നേരിട്ട് 12 വോൾട്ടാണ്, പക്ഷേ 6 വോൾട്ടാണ് കൊടുക്കേണ്ടത്. 6 വോൾട്ട് ഒരു ചെറിയ അഡാപ്റ്റർ